അന്യം നിന്നു പോകുന്ന പുൽപ്പായ നിർമ്മാണം വലിയൊരു വരുമാന മാർഗമല്ലെങ്കിലും നിലനിർത്തിപ്പോരുകയാണ് പാഞ്ഞാൾ പഞ്ചായത്തിലെ കിള്ളിമംഗലത്ത് ഒരു കൂട്ടം വീട്ടമ്മമാർ. എന്നാൽ കേരള കലാമണ്ഡലത്തിന്റെ പുതുതായി രൂപപ്പെടുത്തിയ ടൂറിസം പദ്ധതിയിൽ പുൽപ്പായ നെയ്ത്ത് കേന്ദ്രത്തെ കൂടി ഉൾപ്പെടുത്തിയതിൽ ഏറെ സന്തോഷത്തിലാണ് ഈ വീട്ടമ്മമാർ. ഒരു കാലത്ത് മലയാളികൾ താലോലിച്ചിരുന്ന പുൽപ്പായ ഇന്ന് അന്യം നിന്നു പോവുകയാണ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ കിള്ളിമംഗലത്ത് വലിയൊരു ജീവിതമാർഗമല്ലെങ്കിലും പുല്ലായ നെയ്ത്ത് കേന്ദ്രത്തെ കരുതലോടെ കാക്കുകയാണ് ഒരു കൂട്ടം വീട്ടമ്മമാർ. കലാമണ്ഡലത്തിൻ്റെ ഭൂപടത്തിൽ ഈ പുല്ലായ നെയ്ത്ത് കേന്ദ്രത്തെ കൂടി ഉൾപ്പെടുത്തിയത് വളരെ വലിയ സന്തോഷത്തിലാണ് ഇവർ. വിദേശികളെ ഏറെ ആകർഷിക്കുന്ന തരത്തിൽ പുല്ലായിൽ വിരിയുന്ന വർണ്ണചിത്രങ്ങൾ വില നൽകി വാങ്ങാൻ വിദേശികൾ എത്തുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെയും 40ഓളം ടൂറിസ്റ്റ് ഭാരവാഹികൾ സ്ഥലം സന്ദർശിച്ചിരുന്നു. കുറുവ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം കുലത്തൊഴിൽ എന്ന നിലയിലാണ് ഇവിടെ പുല്ലായ വ്യവസായം ആരംഭിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് ഒരു ലാഭവും ലഭ്യമല്ലാതായപ്പോൾ ഈ തൊഴിൽ പൂർണ്ണമായും ഒഴിവാക്കുന്ന അവസ്ഥയിലാണ് ഒരു കൂട്ടം സ്ത്രീകൾ ഇവർക്ക് താങ്ങും തണലുമായി എത്തിയത്. ഒപ്പം കാര്യങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടി ഒരു പുരുഷ സഹായിയും ഒപ്പമുണ്ട്. പുല്ലിപ്പോൾ കിട്ടാനില്ല. ഒന്ന് പുല്ല് എക്സ്പെൻസീവ് ആണ്. പണ്ട് കിട്ടിയത് അതേ റേറ്റിൽ പുല്ല് കിട്ടുന്നില്ല. ഇപ്പോൾ പുല്ല് അധികം പൈസ കൊടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ. രണ്ട് പുല്ല് ഭാരതപ്പുഴ തിരിഞ്ഞപ്പോൾ പുല്ല് ഉണ്ടാവുന്നില്ല, ഈ പ്രദേശത്ത് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ചിറ്റൂർ പോലത്തെ പ്രദേശങ്ങളിൽ പുല്ല് കൊണ്ടുവരണം. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഒരു റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി ഒരു ചലഞ്ച് ഉണ്ട് നമുക്ക്. പക്ഷേ എന്താ പറയുക, ഇതാണ് ശരിക്കും പുല്ല്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് ഈ മേഖലയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ നിന്നുമാണ് പുല്ല് കൊണ്ടുവരുന്നത്. പുല്ല് വെള്ളത്തിലിട്ട് കറകളഞ്ഞ ശേഷം ഒരു തണ്ടിൽ നിന്നും 6-7 പീസുകൾ വളരെ ശ്രദ്ധയോടുകൂടി ചീകിയെടുക്കണം. തുറന്ന് പല കളറുകൾ നൽകി ഉണക്കിയെടുത്ത ശേഷമാണ് നെയ്ത്ത് തുടങ്ങുന്നത്. 6 അടി നീളവും 3 അടി വീതിയുമുള്ള പുൽപ്പായ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ പണികളും കഴിഞ്ഞ് ഇവർക്ക് ലഭിക്കുന്ന പ്രതിഫലം മാസം 3000-ഓ അതിൽ താഴെയോയാണ്. ഇനി വരുന്ന സർക്കാർ ഈ മേഖലയ്ക്ക് പരിഗണന നൽകുമെന്ന പ്രതീക്ഷയിലാണ് സെക്രട്ടറി EN ദിവ്യയും മറ്റു ഭാരവാഹികളും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് കാരണം നമ്മുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് സെല് ചെയ്യാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. നമ്മുടെ ഇവിടെ ഇങ്ങനെ വന്ന് കണ്ടറിഞ്ഞ് വരുന്നവർ മാത്രം നമ്മുടെ സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു കുറവ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. അപ്പോൾ അവരത് അവരുടെ സമയം കഴിഞ്ഞപ്പോൾ അവരതവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മളൊരു 10-12 വർഷമായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചേച്ചിമാരാണിത് തുടങ്ങിപ്പോയത്. അപ്പോൾ അത് അവർ ഇതൊരു ഒരു കല, അതായത് ഒരു പുൽപ്പായ എന്ന് പറയുമ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലയാണ്. അപ്പോൾ ആ ഒരു കലയെ അവർ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് 10-12 വർഷമായിട്ട് ഒരു വേതനം ഒരു മാസം ഫുള്ള് വേതനമില്ലാണ്ടാണ് അവരിവിടെ വന്ന് പണിയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ 4 പേരും കൂടിയായി നമ്മളിപ്പോൾ 8 പേരാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ജോലിക്ക് വരുന്നത്. നമ്മുടെ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകൾക്കെല്ലാം റേറ്റുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് സാമ്പത്തികപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടാത്ത അവസ്ഥകളാണ്. അത് ഇപ്പോൾ ചിറ്റൂരിനാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനിപ്പോൾ കിലോക്കൊക്കെ നല്ല റേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 8 പേർക്കും നമുക്ക് മാസം ഒരു ഇന്ന തുക, എത്ര തുക എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ല. എന്നാൽ കൂടി നമ്മൾ 8 പേരും ഇവിടെ ഇങ്ങനെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.